ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സൺഫ്ലവർ ഗാർഡൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോൾ സൺഫ്ലവറിൻ്റെ സീസണാണെന്ന് അറിഞ്ഞിട്ട്. പക്ഷേ ഞാൻ കുറേ ചുറ്റിക്കറങ്ങി എത്തിയത് ചോളത്തിൻ്റെ പാടത്താണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫ്ലവറുകളും ഉള്ള സ്ഥലത്താണ്. അപ്പോൾ കുറേ കറങ്ങി ടയേർഡായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇതൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. ഫ്ലവർ ഗാർഡനും അതുപോലെ ചോളത്തിൻ്റെ പാടവും. അപ്പോൾ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാമെന്ന്. ഇവിടെ ഒരു സൈഡ് ചോളവും ഒരു സൈഡ് ഗാർഡനും ആണേ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ സൺഫ്ലവർ കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ വേറെ കുറച്ച് ഫ്ലവേഴ്സ് കാട്ടിത്തരാം. ഇതൊരു വലിയ ഗാർഡൻ ആണേ. കാര്യം ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം കളർഫുള്ളും ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അതായത് എന്നെ സംബന്ധിച്ച് ഫ്ലവർ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇവിടുത്തെ ഫ്ലവേഴ്സ് മാത്രമല്ല, നാട്ടിലത്തെ വെന്തി, ജമന്തി, ഡാലിയ അങ്ങനെയുള്ള പല ഫ്ലവേഴ്സും, അതുപോലെ തന്നെ ചീര, ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇതൊക്കെയാണ്, ചോളം അടക്കം ഇവിടെ ഉണ്ട്. ഇത് മാത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഫ്ലവറാണ്. ഇതൊരു വെറൈറ്റി ഫ്ലവറാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഇത് നമ്മുടെ ഊട്ടിപ്പൂവാണേ. ഇതിൻ്റെ 2 കളറാണ് ഇവിടെ ഉള്ളത്. ആദ്യം ഞാൻ അവിടെ ചെന്ന് ഫ്ലവേഴ്സിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഒന്ന് നടന്ന് ഫുൾ സെറ്റായി ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് തോന്നി. പിന്നെ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. ഫ്ലവർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫ്ലവേഴ്സ് പറിക്കാം. അതുപോലെ ആ ബണ്ടിൽ, ഒരു ബൊക്കെ ബണ്ടിലാക്കി നമുക്ക് പറിച്ചെടുക്കാം. അതുപോലെ ആ ബണ്ടിൽ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ ഞാൻ പറിച്ചു. ഒരു ബൊക്കെ ഞാനും ഉണ്ടാക്കി. പിന്നെ കുറേ ഫോട്ടോ എടുത്തു, റീൽ ചെയ്തു. ഫുൾ അവിടുത്തെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി മൊത്തത്തിൽ കണ്ട് ആസ്വദിച്ച് നടന്നൊരു ഡേ ആയിരുന്നു. ഇവിടെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഞാൻ കണ്ടു. സാധാരണ ഞാനിവിടെ വന്നിട്ട്, ജർമ്മനിയിൽ വന്നിട്ട് എന്നെ ഏറ്റവും ഒരു ഹാപ്പി ആക്കിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കാണാത്ത പലതരം ഫ്ലവേഴ്സ് ഞാനിവിടെ കണ്ടു. കാണാൻ മാത്രമല്ല, അത് പിക്ചറിലൂടെ ക്യാപ്ചർ ചെയ്യാനും എനിക്ക് പറ്റി. എന്താ പറയുക, നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ നാട്ടിൽ ഒരു ഫ്ലവർ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ഇത്രയും ഭംഗിയുള്ള ആ ഒരു ഫ്ലവേഴ്സ് കാണാൻ പറ്റില്ല. ഇതാ വെന്തിയൊക്കെ ഉണ്ട് ഇവിടെ. വെന്തിയൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ ശരിക്കും ഹാപ്പിയായി. നാട്ടിൽ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഇവിടെ തൊട്ട് വഴിയിൽ നിൽക്കുന്നതായാലും നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ശരിക്കും ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് അവിടെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഫ്ലവർ ഗാർഡനിൽ പോകേണ്ടി വരും. പിന്നെ അതേ ചീരയൊക്കെ ഉണ്ട്. ചീരയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. നാട്ടിൽ കാണുന്ന സാധനമാണല്ലോ ഇതെല്ലാം. പിന്നെ കണ്ടതാണ് വാടാമല്ലി. വാടാമല്ലി ഞാൻ ഒരു പ്രത്യേക ടൈപ്പ് കണ്ടു, വൈറ്റ് കണ്ടു. വൈറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കോമൺ വാടാമല്ലി മാത്രമേ നമ്മൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 ടൈപ്പും കണ്ടപ്പോഴത്തേനും ആ വൈറ്റൊക്കെ ഉണ്ടല്ലേ എന്നുള്ളൊരു നോളജ് കൂടെ എനിക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും പറിച്ച് ബൊക്കെ ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് ആസ്വദിച്ച് നടന്നൊരു ദിവസമായിരുന്നു. ഫോട്ടോ എടുത്തപ്പോൾ സൂര്യനെ വരെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് കാണുകയും ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് പറിച്ചൊരു ബൊക്കെയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവിടെ ആരും അതിന് ഫീസ് വാങ്ങിക്കില്ല. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലവർ ബണ്ടിലിൻ്റെ അളവിനനുസരിച്ചും നമ്മൾ ഇവിടെ പൈസ ഒരു ബോക്സിൽ ഇട്ടിട്ട് പോകണം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാട്ടിത്തരാം. നമ്മുടെ ബണ്ടിൽ എന്തോരം ഉണ്ട് അത് അളക്കാനുള്ള ഹോൾസ് ആണത്. ഇതാണ് പൈസ നിക്ഷേപിക്കാനുള്ള ഒരു കോയിൻ ബോക്സ്. അപ്പോൾ നമ്മുടെ വർക്ക് ലൈഫിൽ നമ്മൾ എന്താ പറയുക,
എഫേർട്ട് ഇടുന്ന പോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും കുറച്ച് സമയമെങ്കിലും നമ്മൾ എഫേർട്ട് ഇടണം. അതിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടുകൂടിയാണെങ്കിലും. അപ്പോൾ ആ എഫേർട്ടായിരിക്കും നമ്മുടെ നാളത്തെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ മെമ്മറീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ചോളത്തിൻ്റെ ഫീൽഡ്. എൻ്റെ ഫ്രണ്ടിലാണ് ഫ്ലവർ ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസമാണ് നമ്മളിവിടുന്ന് ഫ്ലവർ പറിച്ചു കഴിഞ്ഞാലും ഇവിടെ അവർ പറയുന്ന ആ ഒരു ചെറിയ തുക നമ്മൾ നിക്ഷേപിക്കുന്നുള്ളത്. ഞാനും അപ്പോൾ ആ വിശ്വാസങ്ങളൊന്നും തെറ്റിക്കുന്നില്ല. ഞാനും പൈസ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ കാർഡിൽ തന്ന ആ ഫ്ലവേഴ്സിൻ്റെ റേഞ്ചിനനുസരിച്ച് നമ്മുടെ ഫ്ലവർ ബണ്ടിൽ എന്തോരം ഉണ്ടെന്ന് നമ്മൾ ആ ഒരു ഹോളിലേക്ക് വെച്ച് നോക്കണം. എന്നിട്ട് അതെത്രയാണോ അതിനനുസരിച്ചുള്ള ക്യാഷാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഞാനും എടുത്തു ഒരു ഫ്ലവർ ബണ്ടിൽ. ഇവിടെ നമ്മുടെ നാട്ടിലെ ബന്ദി അതുപോലെ തന്നെ പല ഫ്ലവേഴ്സും വാടാമല്ലി അങ്ങനെയുള്ള പല ഫ്ലവേഴ്സും ഞാൻ കണ്ടു. പിന്നെ ഞാനും കുറച്ച് ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എപ്പം ഞാൻ ഫ്ലവർ കണ്ടാലും ഫ്ലവർ ഗാർഡൻ കണ്ടാലും ഭയങ്കര ഹാപ്പി ആവണ കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം ആയിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുന്നതാണ് എവിടെയെങ്കിലും ഗാർഡൻ ഉണ്ടോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് സീസൺ അനുസരിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ ഫോട്ടോ എടുക്കാനും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാനും. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഇറങ്ങണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ നോക്കിയാണ് ഇറങ്ങിയത്. പക്ഷേ കിട്ടിയത് ഈ ഫ്ലവേഴ്സൊക്കെയാണ്. ഇതിനകത്ത് നമ്മുടെ ഊട്ടിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഇതാണ്. ഓക്കെ, അപ്പോൾ ബൈ.